ഹലോ ഗൈസ്, വെൽക്കം ടു മാഡ്രിഡ് മീഡിയ. നമ്മുടെ ഇത് റയൽ മാഡ്രിഡ് ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. സോ എല്ലാ മാഡ്രിഡിസ്റ്റാസും നമ്മുടെ ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അർഡ ഗുലേറിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ തീർച്ചയായും നിങ്ങളുടെ ഗുലേറിനെ പറ്റിയുള്ള ഒപ്പീനിയൻസ് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ അർഡ ഗുലേറിൻ്റെ സ്ട്രെങ്ത്സ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന് പറ്റിയ പൊസിഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ റോൾസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ മെയിൻലി പറയുകയാണെങ്കിൽ അർഡ ഗുലേർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്കൊരു നാച്ചുറലി സ്പേസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ സ്മൂത്ത് ഓൺ ദ ബോൾ ആയിട്ടുള്ള മോഡ്രിച്ചിനും മെസ്സിയൊക്കെ പോലുള്ള ഒരു പ്ലെയറാണ്. ഓൾമോസ്റ്റ് ഒരു മാജിക്കൽ പ്ലെയറാണ് അദ്ദേഹം. ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് നല്ല രീതിയിൽ കളിക്കുന്ന, എന്നാൽ ക്രൂസിനെ പോലെ വളരെ നല്ല രീതിയിൽ ലൈൻ ബ്രേക്കിംഗ് പാസസ് പ്ലേ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ വളരെ പ്രസ് റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ നന്നായിട്ട് ഡിഫെൻസീവ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഇത്തരം ഒരു പ്രൊഫൈൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ആദ്യമായിട്ട് വരിക മിഡ്ഫീൽഡ് റോളായിരിക്കും. സോ മിഡ്ഫീൽഡിൽ നല്ല രീതിയിൽ അർഡ ഗുലേറിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പലരും കരുതുന്നുണ്ട്. ബേസിക്കലി നമുക്ക് അർഡ ഗുലേറിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കൊക്കെ ഓർമ്മ വന്നത് നമ്മുടെ ആ ഒരു പഴയ മാർട്ടിൻ ഓഡെഗാർഡിനെയാണ്. ആ ഒരു അഡ്വാൻസ്ഡ് നമ്പർ 8 റോള്, ഓഡെഗാർഡ് ആഴ്സണലിലൊക്കെ കളിക്കുന്ന ആ ഒരു റോള് അർഡ ഗുലേറിന് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു റോളാണ്. എന്താ പറയുക, ഒരു നെക്സ്റ്റ് മോഡ്രിച്ച് എന്നുള്ള രീതിയിലാണ് ആ ഒരു അർഡ ഗുലേറിന് ആ ഒരു റയൽ മാഡ്രിഡ് ആ ഒരു പ്രൊജക്റ്റ് തന്നെ റയൽ മാഡ്രിഡ് അർഡ ഗുലേറിന് മുന്നിൽ അവതരിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷേ ഈ ഒരു മിഡ്ഫീൽഡിൽ കളിക്കുന്ന സമയത്ത് നമുക്കറിയാം ഫിസിക്കാലിറ്റി ഫുട്ബോളിൻ്റെ ഒരു ആവശ്യകതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് അർഡ ഗുലേറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അർഡ ഗുലേറിന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അർഡ ഗുലേറിന് ഒന്നുകൂടി സ്യൂട്ടബിളായി തോന്നുന്നത് ഈ ഒരു സ്യൂഡോ റൈറ്റ് വിങ് റോളാണ്. അതൊരു സ്യൂഡോ റൈറ്റ് വിങ് കളിച്ചുകൊണ്ട് ഒരു പ്ലേ മേക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ 10 റോളിലേക്ക് വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റോളായിരിക്കും അർഡ ഗുലേറിന്, ആ ഒരു പൊസിഷനായിരിക്കും അർഡ ഗുലേറിന് ഒന്നുകൂടി സൂട്ടബിൾ ആയിരിക്കും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബെർണാഡോ സിൽവ അല്ലെങ്കിൽ ഈ പഴയ ഇസ്കോ ഒക്കെ കളിച്ചു ഇരുന്ന പോലത്തെ, അല്ലെങ്കിൽ ഇനിയസ്റ്റോ ഒക്കെ കളിച്ചിരുന്ന പോലത്തെ റോൾ. അതായത് ഒരു റൈറ്റ് വിങ് ആയിട്ട് കളിക്കുന്ന ഒരു ഇൻസൈഡിലേക്ക് കട്ട് ചെയ്തിട്ട് അവിടെ നിന്നുകൊണ്ട് പ്ലേ മേക്ക് ചെയ്യുന്ന, ഇപ്പോൾ നമ്മളറിയാം ഇസ്കോ നമ്മൾ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്നത് കണ്ടിട്ട്, എന്നാലും അദ്ദേഹം ഒരു ട്രഡീഷണൽ വിങ്ങറെ പോലെ കളിക്കാതെ കട്ട്സ് ഇൻസൈഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പ്ലേ മേക്ക് ചെയ്യുന്ന, ക്രോസസ് ഇടുന്ന, അതുപോലെ ഗോൾസ് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റോള്, ആ ഒരു റോള് അർഡ ഗുലേറിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള റോളായിരിക്കും. കാരണം അദ്ദേഹം ഒരു ട്രഡീഷണൽ വിങ്ങറിന് വേണ്ട ഒരു ഫിസിക്കാലിറ്റിയോ, അല്ലെങ്കിൽ ഇപ്പോൾ റയൽ മാഡ്രിഡ് കേസ് എടുത്ത് നോക്കുകയാണ്, നമ്മുടെ ട്രഡീഷണൽ വിങ്ങേഴ്സ് പൊതുവെ നല്ല ഫിസിക്കൽ പ്ലേയേഴ്സ് ആയിരുന്നു, അതുപോലെ സ്പീഡ് ഡീമൺസ് ആയിരുന്നു. ഒബ്വിയസ്ലി ഗാരത്ത് ബെയിലും ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ പോലുള്ള പ്ലേയേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത്തരമൊരു റോള് അർഡ ഗുലേറിന് അത്രയും സ്യൂട്ടബിൾ ആയിരിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു നാച്ചുറലി സ്പേസ് ജനറേറ്റ് ചെയ്യാനുള്ള, പ്ലേ മേക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു എബിലിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അദ്ദേഹത്തിന് ഒരു സ്യൂഡോ റൈറ്റ് വിങ്ങറായിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന് പ്ലേ മേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കളിപ്പിക്കുക എന്നുള്ളത് അത് വളരെ വലിയൊരു പോസിബിലിറ്റിയാണ്. സോ അത്തരമൊരു പ്ലെയർ നമുക്ക് റയൽ മാഡ്രിഡിൻ്റെ ഹിസ്റ്ററിയിൽ നമ്മളധികം കണ്ടിട്ടില്ല. പക്ഷേ ഈ അർഡ ഗുലേറിന് അറ്റാക്കിലായാലും അദ്ദേഹത്തിന് ഒരുപാട് കോമ്പറ്റീഷൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സീസണിൽ എംബാപ്പെ വരുന്നുണ്ടെങ്കിൽ എംബാപ്പെ എവിടെ ഉണ്ടാവും, പിന്നെ റോഡ്രിഗോ, വിനീഷ്യസ്, അതുപോലെ ഇബ്രാഹിം ഡിയാസ്, ഇങ്ങനെ വലിയൊരു കോമ്പറ്റീഷൻ. നേരെ മറിച്ച് ഇപ്പോൾ മിഡ്ഫീൽഡിലാണെങ്കിൽ ക്രൂസ്, നമുക്കറിയാം മോഡ്രിച്ച്, ചുവമേനി, കമവിംഗ, ഫെഡെ വാൽവർഡെ, ജൂഡ് ബെല്ലിംഗം, ഇങ്ങനെ വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു കോമ്പറ്റീഷൻ ഇടയിലും അർഡ ഗുലേറിന് ഒരു പോസിബിലിറ്റി കൽപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു യുണീക്ക് എബിലിറ്റിയാണ്. അദ്ദേഹത്തിന് ആ ഒരു യുണീക്ക് എബിലിറ്റിയുള്ള പ്ലെയേഴ്സ് ലോക ഫുട്ബോളിൽ തന്നെ വളരെ കുറവാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു മാഡ്രിഡ് ടീമിൽ വളരെ കുറവാണ്. സോ അത് അദ്ദേഹത്തിന് ഒരു യുണീക്ക് പൊട്ടൻഷ്യൽ നൽകുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർഡ ഗുലേറിന് ടീമിലേക്ക് ബ്രേക്ക് ചെയ്യാൻ, ഒരു സ്റ്റാർട്ടിംഗ് പ്ലെയർ ആവാൻ ഒരു പക്ഷേ 3-5 വർഷങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം. അപ്പം അത്രയും സമയം അദ്ദേഹം ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പേഷ്യൻസ് കാണിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. അതായത് ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഇത്രയും പേഷ്യൻസ് കാണിക്കുമോ എന്നുള്ളത് സംശയമാണ്. സോ അതൊരു ഹ്യൂജ് പ്രോബ്ലമാണ്. നമുക്കറിയാം, നമുക്ക് ക്രൂസൊക്കെ റിട്ടയർ ആകുന്നൊരു സമയത്ത് ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസിംഗ് എബിലിറ്റി നമ്മുടെ ടീമിന് വളരെ വളരെ അത്യാവശ്യമായി വരും. ആ ഒരു ക്രൂസിൻ്റെയൊക്കെ ആബ്സെൻസ് ഒരു പരിധിവരെയൊക്കെ കുറക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലെയറാണ് അർഡ ഗുലേർ. നമുക്കറിയാം ആഴ്സണലിലൂടെ ഓഡെഗാർഡൊക്കെ കളിക്കുന്ന പോലെയുള്ള ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസിംഗ് എബിലിറ്റി, അതുപോലെ മോഡ്രിച്ചിൻ്റെ ഒരു പിൻഗാമി ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എബിലിറ്റി, സ്പേസസ് ജനറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, ടൈറ്റ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി, ഇതൊക്കെ ഉള്ള ഒരു പ്ലെയറാണ് അർഡ ഗുലേർ. മാത്രമല്ല അർഡ ഗുലേറിൻ്റെ ഒരു ഹ്യൂജ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടപ്പോൾ ലാലിഗയൊക്കെ, അതുപോലെ നമ്മുടെ മറ്റ് സ്പോർട്സ് മീഡിയയൊക്കെ അർഡ ഗുലേറിൻ്റെ പോസ്റ്റുകൾ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്നത്. കാരണം അർഡ ഗുലേറിന് വലിയൊരു ടർക്കിഷ് ഫാൻ ബേസ് ഉണ്ട്. ഈ ഒരു ടർക്കിഷ് ഫാൻ ബേസ് മൂലം നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻസ് വളരെ വളരെ സ്ട്രോങ് ആവാനുള്ള
ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു നിലക്കും റയൽ മാഡ്രിഡിന് ഒരുപാട് മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ തരുന്ന ഒരു പ്ലെയറും കൂടിയാണ് നമ്മുടെ അർഡ ഗുലർ. ഇപ്പം ഞാനിപ്പോൾ സെവിയയുടെ ഒരു ടോപ്പ് ഫാനാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റാമോസിന് വെച്ച് ഒരുപാട് പോസ്റ്റ് ഇടും. അപ്പോൾ നമ്മൾ പോയിട്ട് എൽ ക്യാപിത്താനോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യും. അപ്പോൾ സെവിയയ്ക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ ഫോളോയിങ് വന്നിട്ടുണ്ട് ഒബ്വിയസ്ലി ഇന്ത്യയിലേക്ക്. അതിനൊരു കാരണം നമ്മുടെ റാമോസാണ്. അപ്പം അങ്ങനെ ഒരു ഹ്യൂജ് മാർക്കറ്റിംഗ് പൊട്ടൻഷ്യലും കൂടിയുള്ള ഒരു പ്ലെയറാണ് അർഡ ഗുലർ. സോ എന്തായാലും അർഡ ഗുലറിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വൺസ് അഗെയിൻ നമ്മുടെ ചാനൽ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാ മാഡ്രിഡ് സ്റ്റാർസിനോടും റിക്വസ്റ്റ് ചെയ്യുന്നു.